ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മാവിൻചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മലഞ്ചരക്ക് സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡേവിസേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ എത്ര നാളെ ഇങ്ങനെ ഒരു സംരംഭം അല്ല തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. അപ്പൊ അതിന് എന്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്? എനിക്ക് കൃഷിപ്പണിയാണ് കൂടുതല്. മെയിനായിട്ട് കൃഷിയാണ്. എന്ത് കൃഷിയാണ്? അതിപ്പോ ജാതി കൃഷിയുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്, പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചക്കറികൾ മെയിനായിട്ടും ജാതിയാണ്. മെയിനായിട്ട് ജാതിയാണ്. അപ്പൊ ഇപ്പൊ ഈ മഴയൊക്കെ ആണല്ലോ, ഈ സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ജാതിക്ക് ഉണക്കി എടുക്കുന്നത്? അതിന് ഡ്രയർ വാങ്ങി ഞാൻ കഴിഞ്ഞ വർഷം. ഡ്രയറിലാണല്ലേ? ഡ്രയറിലെ വാങ്ങുക. അതിക്ക് മുന്നേ ഞാൻ ഇങ്ങനെ ചേക്ക് കെട്ടി പുകച്ച് ഉണക്കാറുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇലക്ട്രിക്കിന്റെ സാധനങ്ങൾ നല്ല രീതിയിൽ വാങ്ങാൻ കിട്ടുമല്ലോ. ആ കർഷകർക്ക് സബ്സിഡിയും കിട്ടുന്നുണ്ട്. സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങി കാണാൻ പറ്റും. അത് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഡേവിസായിട്ട് ഇപ്പൊ എന്താണ് ഉണക്കാൻ വെച്ചിട്ടുണ്ടോ? മെഷീൻ ഓണാണല്ലോ. നമ്മൾ ഇതിനകത്ത് കൊപ്ര വെച്ചിട്ടുണ്ട്. കൊപ്ര ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ചേട്ടൻ കൊപ്ര ഉണക്കിക്കൊണ്ടിരിക്കാണ്. കൊപ്ര ഉണക്കിയിരിക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെ സംഭവം ഉണക്കാറുണ്ട്? നമ്മള് കൊപ്ര ഉണക്കും, ജാതിക്കായ ഉണക്കും, കുരുമുളക് ഉണക്കും, കോക്കോ കുരു ഉണക്കും. എന്റെ കൃഷിയിടത്തില് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ ഉണക്കാറ്. അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മുടെ മെഷീനിൽ വെച്ച് ഉണക്കാറുണ്ടല്ലേ? ഉണക്കേണ്ടതായ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ജാതി കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ വാങ്ങാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി നമ്മുടെ മെഷീൻ സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലത്തെ ഇതിന് ചെറുതും വലുതുമായിട്ടുള്ള പല മെഷീൻസ് നമ്മുടെ ഡെൽമാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീനിൽ ജാതിപത്രി മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും, നാളികേരോ മല്ലിയോ മുളകോ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഉണക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.